ഏവർക്കും കുവൈത്ത് വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ ചരക്ക് കപ്പൽ കുവൈത്ത് സമുദ്രാതിർത്തിയിൽ വെച്ച് മുങ്ങി. കഴിഞ്ഞ ദിവസം 6 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ ഇന്ത്യക്കാരും ഇറാനികളും ഉൾപ്പെട്ടിരുന്നു. കേരളത്തിൽ നിന്നുള്ള തൃശൂർ സ്വദേശി ഹനീഷ് മരിച്ചവരിലുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി അമൽ കെ സുരേഷിനെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തുകയാണ്. 10 മാസം മുൻപാണ് ഹനീഷ് കപ്പലിൽ ജോലിക്ക് പോയത്. അടുത്ത മാസമോ ഡിസംബറിലോ നാട്ടിലെത്തുമെന്ന് നേരത്തെ കൂട്ടുകാരെ അറിയിച്ചിരുന്നു. 2 ആഴ്ച മുന്നേ കുവൈറ്റിലെത്തിയതായി ഹനീഷ് പറഞ്ഞതായി കൂട്ടുകാർ പറയുന്നു. അപകടത്തിൽ കാണാതായ കണ്ണൂർ സ്വദേശി അമൽ കെ സുരേഷിനെ കുറിച്ചുള്ള വിവരത്തിനായി എംബസി അധികൃതർ അമലിന്റെ പിതാവ് സുരേഷുമായി ബന്ധപ്പെട്ടു. ഇതേ തുടർന്ന് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കണ്ണൂർ എം പി കെ സുധാകരൻ, വിദേശകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിൽ അമലിന്റെ പിതാവ് അപേക്ഷ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് കുടുംബം. അമൽ കപ്പലിൽ ട്രെയിനിങ് തുടങ്ങിയിട്ട് 8 മാസം പൂർത്തിയാകുന്നതേയുള്ളൂ. 9 മാസമാണ് ട്രെയിനിങ് കാലാവധി. അതിനുശേഷമാണ് ജോലിയിൽ പ്രവേശിക്കുക. മുൻപ് പാപ്പിനശ്ശേരി KSEB സെഷനിൽ ജോലി ചെയ്തിരുന്ന അമൽ പിന്നീട് മുംബൈയിൽ GP റേറ്റിംഗ് കോഴ്സ് പൂർത്തിയാക്കിയാണ് മുംബൈയിലെ ഏജൻസി വഴി ജോലിയിൽ പ്രവേശിച്ചത്. ഇറാനിയൻ ഉടമസ്ഥതയിലുള്ള അറബക്തർ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ കുവൈറ്റ് നാവികസേനകൾ നടത്തിയ തിരച്ചിലിൽ ആദ്യ ദിവസം 3 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. കപ്പൽ മറിഞ്ഞതിന്റെ കാരണം അധികൃതർ അന്വേഷിച്ചു വരികയാണ്.